ഹലോ നമസ്കാരം, ALG ഫാഷൻ ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഓണം സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ ഒരു നെക്ലസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റ് ഫിനിഷിലുള്ള ഡ്രോപ്പ് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് കേട്ടോ, വയലറ്റ് കളറ്. ആദ്യം OHP ഷീറ്റിലേക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വൈറ്റ് കളറിലുള്ള സെറാമിക് കുന്തൻ സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിന് ചുറ്റും ഡ്രോപ്പ് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ഫ്ലവർ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ, ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കണേ. ഈ നെക്ലസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 ഫ്ലവേഴ്സ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം ഇതുപോലെ ഫ്ലവർ ഷേപ്പിൽ ഒരു പാട്ടെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലിപ്പോൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ, കുറേയും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഡ്രൈ ആക്കാൻ വെച്ചു. ഡ്രൈ ആയതിനു ശേഷം ഇതുപോലെ ഐപ്പിൻ ഒട്ടിച്ചു കൊടുക്കാം. ഐപ്പിന്റെ രണ്ടാമത്തെ എൻഡും കൂടെ ഞാൻ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒട്ടിക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ നമ്മൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഫ്ലവറിൽ അത് വെർട്ടിക്കലായിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഐപ്പിൻസിന്റെ ഐ വരുന്ന പൊസിഷനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം എല്ലാത്തിലും ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ പുറകിൽ വാക്സ് ഷീറ്റും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നടുക്ക് വരുന്നത്, അതായത് പെൻഡന്റ് അറ്റാച്ച് ചെയ്യാനുള്ളതിൽ താഴേക്ക് ഇതുപോലെ ഒരു ഐപ്പിനും കൂടെ ഒട്ടിക്കണം കേട്ടോ. അതിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയായിരുന്നു. പിന്നെ പെൻഡന്റിലാണെങ്കിൽ ഇതുപോലെ ഒരു ഐപ്പിന് ഒട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് വാക്സ് ഷീറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം ഡ്രൈ ആകാൻ വെക്കാം. നല്ലോണം ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് അസംബിൾ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഞാൻ പെൻഡന്റ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. പെൻഡന്റ് ആഡ് ചെയ്യാനുള്ള ഐപ്പിന്റെ ഐ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം പെൻഡന്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ട് സൈഡ്സിലും കൂടി ഓരോ ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സെറ്റ് സാരിയോ ധാവണിയോ പാവാടയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മുടെ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ച് ഈ ഡ്രോപ്പ് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണിൻ്റെ കളർ മാത്രം മാറ്റിയാൽ മതി. ഡിസൈനൊക്കെ ഇതുപോലെ തന്നെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നെക്ലസ് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം വൈഡായിട്ട് തന്നെ നമ്മുടെ നെക്ക് കവർ ചെയ്ത് കിട്ടുന്ന ടൈപ്പിലുള്ളൊരു നെക്ലസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം ഹെവിയും അല്ല, എന്നാൽ അത്യാവശ്യം നല്ല ലുക്കുമുള്ളൊരു നെക്ലസ് ആണ്. അപ്പോൾ ഇതേ പകുതി ഇന്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോറി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡോറി ഇല്ലെങ്കിൽ ചെയിൻ ആയാലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്ത് ചെയിൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഡോറിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നെക്ലസ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നെക്ലസിന്റെ ഫൈനൽ ലുക്ക്. അതിൻ്റെ കൂടെ ഞാനൊരു കമ്മലും കൂടി പെയർ ചെയ്യാം കേട്ടോ. ഈ ഒരു കമ്മൽ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്, അതുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതേ നമ്മുടെ നെക്ലസ് ആൻഡ് ഇയറിംഗ് സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.